കെ മുരളീധരനെ കെ കരുണാകരൻ അധികാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നതിൻ്റെ പ്രതിഷേധമായിട്ടാണ് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും എം എ ഷാനവാസും അടക്കമുള്ള കരുണാകര ഭക്തരെല്ലാം കൂടി ചേർന്ന് തിരുത്തൽവാദികൾ എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരു ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിശക്തമായ 3 ഗ്രൂപ്പുകളായിരുന്നു കേരളത്തിലെ കോൺഗ്രസിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, കോൺഗ്രസിൻ്റെ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് നമുക്കറിയാമല്ലോ കെ കരുണാകരൻ മരിക്കുന്നു. കെ കരുണാകരൻ മരിക്കുന്നതോടുകൂടി ആ ഗ്രൂപ്പ് ശിഥിലമാവുകയാണ്. അഥവാ ഐ ഗ്രൂപ്പ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഉമ്മൻചാണ്ടിയുടെ മരണമാണ്. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടുകൂടി എ ഗ്രൂപ്പ് ശിഥിലമാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിൽ മൂപ്പളമ തർക്കമാണ്. ആരാണ് ആ ഗ്രൂപ്പിനെ നയിക്കുന്നത് എന്നതിനെ ചൊല്ലിയാണ് തർക്കം. ആ ഗ്രൂപ്പ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അത് പല വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വേറൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. ഇനി ഐ ഗ്രൂപ്പ്, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഐ ഗ്രൂപ്പ് ഒട്ടൊക്കെ ശക്തമായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ അനുയായി ആയിരുന്നയാളാണ് ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശൻ എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു ഇക്വേഷൻ കോൺഗ്രസിനകത്ത് രൂപപ്പെടുന്നു. വി ഡി സതീശൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് വരുന്നു കെ സി വേണുഗോപാൽ. ഐ ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയുടെ അനുയായിയായിട്ടുള്ള കെ സി വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിൽ വളരെ ശക്തനായി മാറുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ ഇപ്പോൾ ഗ്രൂപ്പില്ലായ്മ അഥവാ വേറൊരു തരത്തിലുള്ള അനാർക്കിസം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതാണ് ഞാൻ ഈ പറയുന്നത്. കോൺഗ്രസിൻ്റെ ശക്തിയായിട്ട് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് അവരുടെ ഗ്രൂപ്പുകളായിരുന്നു. ആ ഗ്രൂപ്പുകൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, ഒരു നേതൃത്വം ഉണ്ടായിരുന്നു, അവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടകളുണ്ട്. ആ ഗ്രൂപ്പുകൾ വലിയ ഫൈറ്റുകൾ നടത്തിയിട്ടുണ്ട് കോൺഗ്രസിനകത്ത്. അതൊക്കെ ആ കോൺഗ്രസിനെ ഒരർത്ഥത്തിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് സഹായിച്ചിട്ടുള്ളത് ഇന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും.